നമസ്കാരം, ദ മൈക്ക് ന്യൂസിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ചേർന്ന് ദില്ലിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതുവിധേനയും കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി UDF മുന്നിട്ടിറങ്ങുന്നു. അതിനുവേണ്ട ചില മാറ്റങ്ങൾ കോൺഗ്രസിനകത്ത് വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. KPCC അധ്യക്ഷനെ മാറ്റുമെന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു മാറ്റം ഉടൻ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പകരം പുതിയ ചില ചുമതലകൾ, പുതിയ ചില മാറ്റങ്ങളൊക്കെ കോൺഗ്രസിൽ വരുന്നു. രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ പ്ലാൻ ആണ് ഇതിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ നേരിട്ടിറങ്ങുകയാണ്, അല്ലെങ്കിൽ നേരിട്ടിറങ്ങുന്നു എന്നതിന് അപ്പുറമായിട്ട് രാഹുൽ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഇനി കോൺഗ്രസിനെ പ്രതിപക്ഷത്തിരുത്താൻ അനുവദിക്കില്ല. കേരളത്തിൽ അധികാരം ഏതുവിധേനയും ഇത്തവണ പിടിച്ചെടുക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായത് കേരളത്തിൽ KPCCയിലും DCCകളിലും മാറ്റം ആലോചിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തെ പ്രവർത്തിക്കാത്ത നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് ശക്തമായ ചില തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. കേരളത്തിലെ DCCകളിൽ പ്രവർത്തനം നടത്താത്ത നേതാക്കളെ അപ്പാടെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമാണ് അത്. സംസ്ഥാന നേതൃത്വം പ്രവർത്തന മികവല്ലാത്തവരെ കണ്ടെത്തി പട്ടിക ദീപാദാസ് മുൻഷിക്ക് കൈമാറണം എന്നാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ KPCC നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ചില മാറ്റങ്ങൾ DCCയിലും KPCCയിലും ഉണ്ടാകും എന്ന് അറിയാൻ കഴിയുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്നയാളാണ് എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ടല്ല ഇത്തവണ UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഹൈക്കമാൻഡാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ അടുത്ത് രമേശ് ചെന്നിത്തല ചില ഇടപെടലുകളുമായി രംഗത്ത് വന്നിരുന്നു. അതേപോലെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ മുന്നോട്ട് വന്നത് പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? ചിലപ്പോൾ VD സതീശനെ ഉയർത്തിക്കാട്ടുമോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനെ. പക്ഷേ അങ്ങനെ ഒരു ഉയർത്തിക്കാട്ടലില്ല. ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണ്ട, ഹൈക്കമാൻഡ് വിജയത്തിന് ശേഷം തീരുമാനിക്കും ആരാകണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം രാഹുൽ ഗാന്ധി ശക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, കോൺഗ്രസിലെ ശക്തനായ ഒരു നേതാവാണ് VM സുധീരൻ. VM സുധീരൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷെ അദ്ദേഹം പല പരിപാടികളിൽ നിന്നുമൊക്കെ ഒതുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം ഈ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ഒരു യോഗം നടന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്, തൃപ്തിയോടെ ഞാൻ ഏറെക്കാലത്തിന് ശേഷമാണ് ദില്ലിയിൽ നിന്ന് മടങ്ങുന്നത് എന്നാണ്. അങ്ങനെ നേതാക്കൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ പ്രധാനമായും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഗോതകളിലേക്ക് ഇറങ്ങും. അങ്ങനെ കോൺഗ്രസിലെ എല്ലാ നേതാക്കളെയും പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് UDF ഭരണം പിടിക്കാൻ ലക്ഷ്യമിടുന്നു. അതിനു പിന്നിൽ രാഹുൽ ഗാന്ധിയുണ്ട്. മാത്രമല്ല, കേരളത്തിൽ വിശദമായ ഒരു റിസർച്ച് നടത്തുകയാണ് കോൺഗ്രസ്. അതിനു വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ടാസ്ക് ഫോഴ്സ് ടീം എന്നറിയപ്പെടുന്ന ഒരു സെപ്പറേറ്റ് ടീമുണ്ട്. ആ ടീം വ്യക്തമായിട്ടുള്ള റിസർച്ച് നടത്തുന്നു. അതിന് മുഖ്യമായിട്ടുള്ള നേതൃത്വം നൽകുന്നത് സുനിൽ കനുഗോലു ആണ്. അദ്ദേഹം രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തിയാണ്. മാത്രമല്ല, കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളായിക്കോട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിക്കോട്ടെ, ഇവിടെയൊക്കെ സുനിൽ കനുഗോലു നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ സുനിൽ കനുഗോലു കേരളത്തിലെ എല്ലായിടത്തും ഇറങ്ങി ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പലതരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് കോൺഗ്രസിനകത്ത്, UDFിനകത്ത്. അങ്ങനെയാകുമ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൂടുതൽ ശക്തമാവുകയാണ് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതുവിധേനയും അധികാരം പിടിച്ചെടുക്കുക, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുക, നേതാക്കളെല്ലാം രംഗത്തിറങ്ങുക, ഇങ്ങനെ വലിയ വലിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ദില്ലിയിൽ നിന്നും ഇത്തവണ യോഗം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്.